Welcome to your favorite film-based program, Cinema. നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള സംവിധായകൻ ജോഷി മാത്യുവും നിർമ്മാതാവ് ബേബി മാത്യു സോമതീരവും ഒരുമിച്ച് അണിയിച്ചൊരുക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് ദേവത്താൻ കുന്ന്. ഏറെ വ്യത്യസ്തമായ ഒരു കഥാപശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രമേയവും ഏറെ വ്യത്യസ്തമാണ്. കേരളത്തിൽ കാലങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ പേരുകേട്ട ഒരു മിത്താണ് ദേവത്താൻ കുന്നെന്ന സിനിമയുടെ ജീവൻ. മാവേലി സഭ എന്ന ഫാന്റസിയിൽ നിന്നാണ് സിനിമ സംസാരിക്കുന്നതെങ്കിലും യാഥാർത്ഥ്യവും അയാഥാർത്ഥ്യവും വളരെ വ്യക്തമായി ഇതിൽ സംസാരിക്കുന്നുണ്ട്. കേരളത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ട്രൈബൽ വിഭാഗത്തെ അബ്രവാളുകളിൽ കാണിക്കുക എന്നതിനപ്പുറം അവരുടെ പൈതൃകവും സംസ്കാരവും എത്ര കണ്ട് സംരക്ഷിക്കപ്പെടണമെന്നതും കൂടി ദേവത്താൻ കുന്നിന്റെ വിഷയമാകുന്നു. സോമതീരം നിർമ്മിച്ച് ഞാൻ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് ദേവത്താൻ കുന്ന്, ദ മൗണ്ടൻ ഓഫ് ഗോഡ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാടുകളിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇത് ലോകത്താകമാനം പടർന്നു പന്തലിച്ച് മനുഷ്യരുടെ ഇടയിലെല്ലാം സംസാരമായിട്ടുള്ള ഒരു മിത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ നാട്ടിലെവിടെയൊക്കെയുള്ള ട്രൈബൽ ആളുകളെക്കുറിച്ചുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അതിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ സിനിമ. ഈ സിനിമയിൽ 4 കുട്ടികളും ദിനേശ് പ്രഭാകർ, ആർട്ടിസ്റ്റ് ജിൻസി, സോമു മാത്യു, സഞ്ജു ജോഷി മാത്യു തുടങ്ങിയ നേരത്തെ പല സിനിമകളിലും അഭിനയിച്ച് പരിചയമുള്ള ആളുകളും പുതുമുഖങ്ങളും അഭിനയിക്കുന്നുണ്ട്. ഇത് കാടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ഇതൊക്കെ സെറ്റ് ഇട്ടിരിക്കുന്നതാണ്. കാടിൻ്റെ സെറ്റും പുരാതനമായ ട്രൈബൽസ് വീടുകളും ഒക്കെ സെറ്റിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയാണുള്ളത്. ഇതൊരു അന്തർദേശീയ, ദേശീയ, സംസ്ഥാന ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഇതിൻ്റെ കഥാതന്തു അതുപോലത്തതാണ്. ഇതിൻ്റെ അഭിനേതാക്കൾ എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഈ സിനിമ ഈ വർഷം തന്നെ പുറത്തിറങ്ങും. ഈ സിനിമയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സോമ ക്രിയേഷൻസിന്റെ ബാനറിൽ ബേബി മാത്യു സോമതീരം നിർമ്മിച്ച് ജോഷി മാത്യു സംവിധാനം ചെയ്യുന്ന മൂന്നാമത് ചിത്രമാണ് ദേവത്താൻ കുന്ന്. മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ബ്ലാക്ക് ഫോറസ്റ്റ്, കേരള സംസ്ഥാന അവാർഡ് ലഭിച്ച അങ്ങ് ദൂരദേശത്ത് എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് ഇവർ വീണ്ടും മൂന്നാം വട്ടവും ഒന്നിക്കുന്നത്. ദേവത്താൻ കുന്ന് എന്ന പേരിലുള്ള ഈ സിനിമ ചെയ്യുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ജോഷി മാത്യു, ജോഷി ഏട്ടനുമായിട്ട് ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ്.
ഈ വനത്തിൽ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യവും നമ്മുടെ പരമ്പരാഗതമായ ചില സ്വത്തുക്കൾ, ചില മരുന്നുകൾ, ചില നിധികൾ സംരക്ഷിക്കേണ്ടതിൻ്റെയൊക്കെ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ ഡയറക്ടർ പ്ലാൻ ചെയ്തത്. അദ്ദേഹവുമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ എടുക്കണമെന്ന് തന്നെ എനിക്ക് തോന്നി. ഇതിൻ്റെ സബ്ജക്റ്റ് എങ്ങനെയാണ് അദ്ദേഹം ചെയ്ത ആദ്യത്തെ സിനിമ, ഞാനുമായിട്ട് ഒരുമിച്ച് ചെയ്ത അദ്ദേഹം ഡയറക്ട് ചെയ്ത സിനിമയ്ക്ക് നാഷണൽ അവാർഡ്, ഏറ്റവും നല്ല പരിസ്ഥിതി ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റ് അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. രണ്ടാമത് ചെയ്ത അതൊരു ഒരു ഒരു പരിസ്ഥിതി സിനിമയായിരുന്നു. രണ്ടാമത് ചെയ്ത സിനിമയിൽ അങ്ങ് ദൂരെ ഒരു ദേശം, അതും ഒരു കുട്ടികളുടെ ജീവിതവും പരിസ്ഥിതി ഒക്കെയായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതിനും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ അവാർഡ് എന്നുള്ളത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ 3 സിനിമയിലും വളരെ പ്രധാനപ്പെട്ട ചില സബ്ജക്റ്റുകളുണ്ട്. അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട്, കാടുമായി ബന്ധപ്പെട്ട്, ഒരു മനുഷ്യന് ചില കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട, ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്തതായ, അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിക്കേണ്ടതായ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സമൂഹത്തിന്റെ എഡ്യൂക്കേഷനും സംസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുന്ന, പ്രതിപാദിക്കുന്ന പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഈ പടവും അങ്ങനെ ഒരു പടമാണ്. പിന്നെ ഇതിലുള്ള ക്രൂസ് എല്ലാവരും, ഇവിടെ ക്യാമറമാൻ രാജേഷ്, അഭിനയിക്കുന്ന ദിനേശ്, കുട്ടികൾ, പട്ടണം ദേശീയത്തിന് കീഴിലുള്ള മേക്കപ്പ്, ടെക്നിക്കലായിട്ടുള്ള എല്ലാ ആസ്പെക്റ്റുകളും വളരെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിന് ആവശ്യമായ സമയമെടുത്ത് അതിനെക്കുറിച്ച് ആവശ്യമായ റിസർച്ച് നടത്തി ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു പ്രൊഡക്റ്റായിട്ട്, നല്ലൊരു സിനിമയായിട്ട് ഇത് വരും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവിധ ആശംസകളും ഇതിൻ്റെ ഡയറക്ടർക്കും മറ്റ് ക്രൂസിനും ഞാൻ നേരുന്നു. ഇതിനോടൊപ്പം സഹകരിച്ച, ഒത്തിരി ത്യാഗം ചെയ്താണ് വനത്തിലും ഗുഹയിലും മരത്തിലുമൊക്കെ വെച്ച് ഈ ഷൂട്ടിംഗ് നടത്തിയിട്ടുള്ളത്. ഇത്രയും ത്യാഗം സഹിച്ച് ഈ ഷൂട്ടിങ്ങിൽ പങ്കെടുത്ത നടന്മാർക്കും ഡയറക്ടർക്കും ക്യാമറമാനും അവരെ അസിസ്റ്റ് ചെയ്ത ആളുകൾക്കും മറ്റെല്ലാ ടെക്നീഷ്യന്മാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു.